ഹലോ, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലവറിനെ കണ്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് വിത്താണ് ഞാൻ എടുക്കത്തേക്കുന്നത്. 4 ഇഞ്ച് വിത്തും 6 ഇഞ്ച് ഇറക്കത്തിലുമാണ് ഞാൻ നെക്കിൻ്റെ വലിപ്പം എടുക്കുന്നത്. 4 ഇഞ്ചും 6.5 ഇഞ്ചും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്വയർ ബോക്സ് വരച്ച് കൊടുക്കുക. വരച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മളിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് വരയ്ക്കാം കേട്ടോ. ഇത് മറ്റേ പേപ്പർ സ്റ്റിഫാണ് കേട്ടോ ഇതിലെടുത്തേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റൽസ് തിരിച്ച് വെക്കുമ്പോഴുള്ള ഒരു ഡിസൈനില്ലേ, ആ ഒരു ഡിസൈനിലാണ് ഞാൻ ഈ ഒരു നെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മളിങ്ങനെ പെറ്റൽസിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. വരച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് വെട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ മേൽഭാഗം വെട്ടിയിട്ട് റൗണ്ട് ഷേപ്പിലാണ് വെട്ടുന്നത് കേട്ടോ. എന്നിട്ട് വേണം നമ്മളിതൊന്ന് എന്താ പറയുക അടുപ്പിച്ചിത് വെട്ടിയെടുക്കാനായിട്ട്. എന്നിട്ട് നേരെ നമ്മളിത് റൗണ്ട് ഷേപ്പിൽ ഇതിൻ്റെ പെറ്റൽസിൻ്റെ ഷേപ്പിൽ തന്നെ വെട്ടിയെടുക്കാം. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ചെയ്യാനായിട്ട്. ഇച്ചിരി എന്താ പറയുക, നമ്മൾ ആ എഡ്ജും അതിൻ്റെ അരിയെല്ലാം ഒന്ന് കറക്റ്റായിട്ട് ചെറിയ വെട്ടൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ തിരിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ഒരു നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്നത് റാ പോലെയാണ്. ഇതിപ്പോൾ തിരിച്ച് ഇങ്ങനെ എന്താ പറയുക ചന്ദ്രക്കല പോലെയുള്ള ഒരു ഡിസൈനിലാണ് ഈ നെക്ക് ചെയ്യണം കേട്ടോ. ഇനി വേണ്ടത് നമ്മളൊരു വേസ്റ്റ് തുണി, മീൻസ് മെറ്റീരിയലിൻ്റെ തന്നെയുള്ള ബാലൻസ് പീസ് ഉണ്ടാവുമല്ലോ, അതിലേക്ക് നമ്മുടെ ഈ സ്റ്റിഫ് നെറ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ എന്താ പറയുക, സ്റ്റിഫ് നെറ്റ് ഒരിക്കലും തേക്കാറില്ല. തേച്ച് കഴിഞ്ഞാൽ ചുരുണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യാറുള്ളൂ. രണ്ടരികത്തും അടിച്ച് പിടിപ്പിച്ചിട്ട് ഡയറക്റ്റ് തുണിയിലങ്ങ് വെച്ചടിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അരികെല്ലാം വെട്ടിയിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ സ്റ്റിഫ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ അരികെല്ലാം ഒന്ന് മടക്കടിച്ച് കൊടുക്കുക. സിമ്പിളാണ് കേട്ടോ. നമ്മളിങ്ങനെ അരികെ മടക്കി അടിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ തയ്ച്ചെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ രണ്ടാമത് മടക്കടിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒട്ടും ഫിനിഷിങ് കിട്ടില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളിത് അടിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ സെൻറ്റർ എടുത്തിട്ട് നമ്മൾ നേരത്തെ തന്നെ നെക്കിൻ്റെ സെൻറ്റർ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ സെയിം നമ്മൾ ആ ഒരു സെൻറ്ററിൽ വെച്ച് തന്നെ നമ്മൾ ഈ നെക്ക് പേപ്പർ സ്റ്റിഫിൻ്റെ ഈ ഒരു ഡിസൈൻ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് അടിച്ചു കൊടുക്കുക അരികെല്ലാം. ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് അരികെ ഭയങ്കര ഷാർപ്പായെങ്കിൽ മാത്രമേ നമ്മളിത് തയ്ച്ചത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ എഡ്ജെല്ലാം വളരെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതാണ് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറഞ്ഞേ. കാരണം വളരെ ശ്രദ്ധയോടെ ചെയ്താൽ മാത്രമേ നമുക്കിതിൻ്റെ അരികെ കിട്ടുള്ളൂ. ചിലപ്പോൾ നമ്മളിതിൻ്റെ അരികത്ത് ഒരു നോട്ടിട്ട് കൊടുക്കില്ലേ, വെട്ടി കൊടുക്കുമ്പോഴത്തേക്കും വെട്ടി കയറി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ പതുക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിത് വളരെ സ്പീഡിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മളതിൻ്റെ അരികെല്ലാം അതിൻ്റെ ഉൾഭാഗത്ത് ആ ഒരു ഇതെല്ലാം വെട്ടി എടുക്കുക കേട്ടോ. വെട്ടി എടുത്തിട്ട് നല്ലോണം തുണിയിട്ട് തന്നെ വെട്ടിക്കോ, അല്ലെങ്കിൽ എന്താ പറയുക ഒരല്പം കയറിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. പിന്നെ നമ്മൾ രണ്ടാമത് റീസ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. കാരണം പിന്നെ നമ്മൾ ഇത്രയും ഒന്നാമത് അത്യാവശ്യം നല്ല വലിയ നെക്കിലാണ് നമ്മൾ ചെയ്യണത്, പിന്നെ ഫ്ലവർ നെക്കും കൂടിയാണ്. അപ്പോൾ നമ്മളത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ വെട്ടിപ്പോയി കഴിഞ്ഞാൽ സെയിം തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ അതേപോലെ തന്നെ വെട്ടിക്കയറ്റേണ്ടി വരും. കാരണം പെറ്റൽസ് അല്ലേ, ഇപ്പോൾ 2 പെറ്റൽസിൻ്റെ അളവുകൾ രണ്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധിച്ച് മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു നെക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്നിട്ട് നമ്മളിങ്ങനെ ഒരു കുഞ്ഞു നോട്ട്സ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുക കേട്ടോ. മാക്സിമം നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം, അരികെ ചേർത്ത് തന്നെ. അതുപോലെ അതിൻ്റെ നൂലിൻ്റെ അരികെ വെട്ടിപ്പോകാതെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ അരികെ ഇങ്ങനെ ചേർത്ത് എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിതെല്ലാം ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇങ്ങനെ മറിച്ച് പോയിൻ്റ് എല്ലാം മറിച്ചെടുക്കണം. മറിച്ചെടുത്തതിന് ശേഷം ആണ് നമ്മളതൊന്ന് കറക്റ്റായിട്ട് നിവർത്തിയിട്ട് അതിൻ്റെ അരികെല്ലാം അടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ.
നെക്കെല്ലാം ഒരുവിധം നമ്മൾ മറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ അരികത്തോട് സ്റ്റിച്ചിട്ട് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഒന്ന് തേച്ചാൽ മതി, പക്ഷേ ചിലപ്പോൾ ആ ഒരു അറ്റമില്ലേ, അറ്റം നമുക്കിങ്ങനെ പോയിൻ്റ് വളരെ കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അരികെ നന്നായിട്ട് ഇങ്ങനെ പോയിൻ്റ് വൈസ് ഇങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ അരികെ ചേർത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കുക അതിൻ്റെ. അപ്പോൾ നല്ല ഭംഗിയിൽ നെക്ക് നല്ല ഫിനിഷിങ്ങിൽ നിന്നോളും. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അരികെ ചേർത്ത് അടിക്കാനായിട്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും നമ്മളിങ്ങനെ അരികെ ചേർത്ത് അടിച്ചു കൊടുക്കുമ്പോൾ ഇച്ചിരിയും കൂടി ഫിനിഷിങ് നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചേർത്ത് അടിച്ചു കൊടുക്കുക. നമ്മൾ അടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സ്ലോവ് ചെയ്താൽ മതി കേട്ടോ, നല്ല ഫിനിഷിങ്ങിൽ കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ നെക്ക് ഇതാണ് കേട്ടോ, ഈ ഒരു രീതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഫ്ലവർ നെക്ക്? അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്